ഈമാനുള്ള സ്ത്രീയുടെ 4 പ്രധാന ലക്ഷണങ്ങൾ. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വലിയ സമ്പാദ്യം ഭൗതികമായ അലങ്കാരങ്ങളല്ല, മറിച്ച് അവളുടെ ഹൃദയത്തിലുള്ള ഈമാൻ അഥവാ അചഞ്ചലമായ വിശ്വാസമാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ വിശ്വാസം പ്രതിഫലിക്കുമ്പോഴാണ് അവൾ യഥാർത്ഥ വിശ്വാസിനിയാകുന്നത്. ഈമാനുള്ള ഒരു സ്ത്രീയുടെ പ്രധാനപ്പെട്ട 4 ലക്ഷണങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1. അല്ലാഹുവിലുള്ള അചഞ്ചലമായ ഭരമേൽപ്പിക്കൽ അഥവാ തവക്കുൽ. ഏത് പ്രതിസന്ധിഘട്ടത്തിലും പതറാതെ അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷണം. ദൈനംദിന ഉദാഹരണം: സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം വീട്ടിലുണ്ടെന്ന് കരുതുക. പരിഭ്രമിക്കുന്നതിനോ പരാതി പറയുന്നതിനോ പകരം ഇതൊരു പരീക്ഷണമാണ്, ഇതിനു പിന്നിൽ അല്ലാഹുവിന്റെ ഒരു ഗുണമുണ്ടാകും എന്ന് വിശ്വസിച്ച് ക്ഷമയോടെ പൊരുത്തപ്പെടുന്നത് ഈമാനിന്റെ അടയാളമാണ്. കുട്ടികൾക്ക് അസുഖം വരുമ്പോഴോ പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ഫലം കിട്ടാതെ വരുമ്പോഴോ തളർന്നുപോകാതെ പ്രാർത്ഥനയിൽ അഭയം തേടുന്നത് ഇതിന് ഉദാഹരണമാണ്. 2. നാവിലെ സംയമനം അഥവാ സംസാരത്തിലെ സൂക്ഷ്മത. അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നും പരദൂഷണത്തിൽ നിന്നും അകന്നു നിൽക്കുക എന്നത് ഈമാനിന്റെ കാതലായ വശമാണ്. ദൈനംദിന ഉദാഹരണം: മറ്റൊരാളെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ അവസരം വരുമ്പോൾ അതിൽ പങ്കുചേരാതെ ആ വിഷയം മാറ്റാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞുമാറാനോ ശ്രമിക്കുന്നത് വലിയൊരു കാര്യമാണ്. ഒരാളുടെ കുറവുകൾ പറഞ്ഞു ചിനിക്കാതെ വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കാൻ അവൾ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കും. 3. ജീവിതത്തിലെ എളിമയും ലളിതവും അഥവാ ഹയാ. ശരീരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അന്തസ്സും ലജ്ജയും പാലിക്കുന്നവളായിരിക്കും വിശ്വാസിനി. ഇത് വെറുമൊരു വസ്ത്രധാരണം മാത്രമല്ല, സ്വഭാവത്തിലെ മാന്യത കൂടിയാണ്. ദൈനംദിന ഉദാഹരണം: മറ്റുള്ളവരെ കാണിക്കാനായി മാത്രം അമിതമായി പണം ചെലവഴിക്കാതിരിക്കുക. ആഭരണങ്ങളും വസ്ത്രങ്ങളും പ്രദർശിപ്പിക്കുന്നതിനേക്കാൾ തന്റെ സ്വഭാവ മഹിമ കൊണ്ട് മറ്റുള്ളവരുടെ ബഹുമാനം നേടിയെടുക്കാൻ അവൾക്ക് സാധിക്കും. 4. കടമകളോടുള്ള വിശ്വസ്തത അഥവാ അമാനത്ത്. അല്ലാഹുവിനോടും തന്റെ കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിക്കുക എന്നതാണ് 4ാമത്തെ ലക്ഷണം. ദൈനംദിന ഉദാഹരണം: ഭർത്താവിനോടും മക്കളോടുമുള്ള കടമകൾ സ്നേഹത്തോടെ നിർവഹിക്കുന്നത് ഒരു ഇബാദത്തായി അഥവാ ആരാധനയായി അവൾ കാണുന്നു. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിലും അയൽവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും അവൾ വീഴ്ച വരുത്തില്ല. ജോലി ചെയ്യുന്ന സ്ത്രീയാണെങ്കിൽ അവിടെ സത്യസന്ധത പുലർത്തുന്നതും വീട്ടമ്മയാണെങ്കിൽ വീട്ടിലെ രഹസ്യങ്ങളും സമ്പത്തും കാത്തുസൂക്ഷിക്കുന്നതും ഇതിന്റെ ഭാഗമാണ്. ഈ ലക്ഷണങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ചു നമ്മുടെ ജീവിത ശൈലിയായി മാറണം. അല്ലാഹു നമ്മെ എല്ലാവരെയും ഉത്തമരായ വിശ്വാസിനികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.